സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെതിരെ ടി.പി. സെൻകുമാർ നൽകിയ ഹർജി തള്ളി. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ് നടപടികൾ പാലിക്കാതെയും നിയമവിരുദ്ധവുമായാണ് തന്നെ മാറ്റിയതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സെൻകുമാർ പരാതി നൽകിയത്. ഹർജി തള്ളിയ സാഹചര്യത്തിൽ സെൻകുമാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകും. ടി.പി. സെൻകുമാറിന്റെ ഹർജി തള്ളിയ ട്രിബ്യൂണൽ DGP നിയമനവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ നടപടികളെല്ലാം ശരിവച്ചു. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ 2 വർഷമെങ്കിലും പദവിയിൽ തുടരാൻ അനുവദിക്കണം എന്ന മുൻ സുപ്രീം കോടതി വിധിയായിരുന്നു സെൻകുമാറിന്റെ പ്രധാന വാദങ്ങളിലൊന്ന്. എന്നാൽ കേരള പോലീസ് ആക്ട് 27(2)E പ്രകാരം പോലീസ് മേധാവിയെ നിയമിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണെന്ന് ട്രിബ്യൂണൽ വ്യക്തമാക്കി. ഗുജറാത്തിലെ DGP നിയമനവുമായി ബന്ധപ്പെട്ട PC പാണ്ഡെ കേസിലെ സുപ്രീം കോടതി വിധി കൂടി ഉദ്ധരിച്ചാണ് ട്രിബ്യൂണലിന്റെ ഉത്തരവ്. മാത്രമല്ല, പോലീസ് ആക്ട് പ്രകാരമുള്ള ഒരു ഉപസമിതിയാണ് പുതിയ DGPയെ തീരുമാനിച്ചതെന്നും ട്രിബ്യൂണൽ ചൂണ്ടിക്കാട്ടി. DGP സ്ഥാനത്തു നിന്നും നീക്കിയ ശേഷം തന്റെ ശമ്പള സ്കെയിലിൽ കുറവ് വരുത്തിയെന്നായിരുന്നു സെൻകുമാറിന്റെ മറ്റൊരു വാദം. ഇത് പരിഗണിച്ച ട്രിബ്യൂണൽ പുതിയ തസ്തികയിലും സെൻകുമാറിന് പഴയ ശമ്പള സ്കെയിൽ നിലനിർത്തണം എന്ന് നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് സംസ്ഥാന സർക്കാർ 1 മാസത്തിനകം പുറപ്പെടുവിക്കണമെന്നും ട്രിബ്യൂണലിന്റെ ഉത്തരവിലുണ്ട്. ജിഷാവധം, പുറ്റിങ്കൽ വെടിക്കെട്ട് അപകടം എന്നീ വിഷയങ്ങൾ കൈകാര്യം ചെയ്തതിൽ സെൻകുമാറിന് വീഴ്ച പറ്റിയെന്നും അത് പോലീസ് സേനയെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്നുമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രധാന വാദങ്ങളിലൊന്ന്. ഇത് സംബന്ധിച്ച് ട്രിബ്യൂണൽ ഉത്തരവിൽ നേരിട്ട് പരാമർശങ്ങളൊന്നുമില്ലെങ്കിലും സർക്കാരിന്റെ വാദങ്ങളെ ശരിവെക്കുന്നതായി വിധിക്കെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന് സെൻകുമാറിന്റെ അഭിഭാഷകൻ അറിയിച്ചു. സാലി മുഹമ്മദ്, കൊച്ചി. മുൻമന്ത്രി കെ ബാബുവിനെതിരെ വിജിലൻസ് കേസ് ശുപാർശ. ഹോട്ടൽ ഉടമകളുടെ പരാതിയിൽ കേസെടുക്കാനാണ് നിർദ്ദേശം. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് കേസെടുക്കാൻ ശുപാർശ ചെയ്തത്. UDF സർക്കാർ അധികാരത്തിലെത്തിയതു മുതൽ അനുവദിച്ച ബാർ ലൈസൻസ് ഇടപാടുകളിൽ മുൻഗണനാക്രമം പാലിച്ചില്ലെന്നാണ് ബാർ ഉടമ VM രാധാകൃഷ്ണന്റെ പരാതിയിൽ പറയുന്നത്. 2015 പുതുക്കിയ മദ്യനയപ്രകാരം വർഷാവർഷം 10% ബിവറേജ് ഔട്ട്ലെറ്റുകൾ പൂട്ടുമെന്ന് പറഞ്ഞിരുന്നു. എക്സൈസ് മന്ത്രി കെ ബാബുവിൻ്റെ ഇഷ്ടക്കാരായ ബാർ ഉടമകളുടെ ഹോട്ടലുകൾക്ക് സമീപമുള്ള ബിവറേജ് ഔട്ട്ലെറ്റുകളാണ് പൂട്ടിയതിൽ ഭൂരിപക്ഷവും. ലാഭത്തിൽ പ്രവർത്തിച്ച ബിവറേജ് ഔട്ട്ലെറ്റുകൾ പൂട്ടിയതുവഴി സർക്കാർ ഖജനാവിന് നഷ്ടം സംഭവിച്ചു. ഇഷ്ടക്കാർക്ക് ബാർ ലൈസൻസ് അനുവദിച്ചത് പലതും പാതിരാത്രിയിലാണെന്നും VM രാധാകൃഷ്ണന്റെ പരാതിയിൽ പറയുന്നു. 18 ദിവസങ്ങൾക്ക് മുമ്പാണ് വ്യവസായി VM രാധാകൃഷ്ണൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന് പരാതി നൽകിയത്. പരാതി അന്വേഷിക്കാൻ വിജിലൻസ് ഡയറക്ടർ എറണാകുളം റേഞ്ച് SPയെ ചുമതലപ്പെടുത്തി. ബാബുവിനെതിരായ പരാതിയിൽ കഴമ്പുണ്ടെന്നാണ് വിജിലൻസ് നടത്തിയ ത്വരിത പരിശോധനയിൽ പറയുന്നത്. അടുത്ത ദിവസം തന്നെ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറും. ബാബുവിനെതിരെ കേസെടുക്കണമോ എന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ആയിരിക്കും അന്തിമമായി തീരുമാനമെടുക്കുക. ജീവൻകുമാർ, തിരുവനന്തപുരം. BSP നേതാവ് മായാവതിയെ വേശ്യയോട് ഉപമിച്ച BJP നേതാവ് ദയാശങ്കറിന്റെ പ്രസ്താവനയ്ക്കെതിരെയുള്ള BSP പ്രവർത്തകരുടെ പ്രക്ഷോഭം UPയിൽ ശക്തമായി. ദയാശങ്കറിന്റെ കോലം കത്തിച്ച പ്രവർത്തകർ BJP നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് വ്യക്തമാക്കി. അതേസമയം ദയാശങ്കറിന്റെ വസതിയിൽ പോലീസ് റെയ്ഡ് നടത്തിയെങ്കിലും BJP ഉപാധ്യക്ഷനെ പിടികൂടാനായില്ല. ദയാശങ്കറിനെതിരെ പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്തു. കൂടുതൽ പണം നൽകുന്നവർക്ക് സീറ്റ് നൽകുന്നയാളാണ് മായാവതി എന്നും BSP നേതാവിന്റെ സ്വഭാവം വേശ്യയേക്കാൾ മോശമാണെന്നുമുള്ള BJP നേതാവ് ദയാശങ്കറിന്റെ പ്രസ്താവനയ്ക്കെതിരെയുള്ള പ്രതിഷേധം UPയിൽ പുകയുകയാണ്. ജില്ലാ മജിസ്ട്രേറ്റിന്റെ അനുമതി നിഷേധിച്ചിരുന്നത് വകവയ്ക്കാതെ 10,000-കണക്കിന് BSP പ്രവർത്തകരാണ് പ്രതിഷേധവുമായി ലക്നൌവിൽ ഒത്തുകൂടിയത്. ലക്നൌവിലെ ഹസ്രത് ഗഞ്ചിലെത്തിയ പ്രവർത്തകർ ഒന്നടങ്കം ദയാശങ്കറിനെ അറസ്റ്റ് ചെയ്യുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് വ്യക്തമാക്കി. പോലീസ് ബാരിക്കേഡ് മറികടന്ന് ദയാശങ്കറിന്റെ കോലവും പ്രതിഷേധക്കാർ കത്തിച്ചു. തുടർന്ന് ദയാശങ്കറിന്റെ വസതിയിൽ പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും ദയാശങ്കറിനെ കണ്ടെത്താനായില്ല. പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം ദയാശങ്കറിനെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ദളിത് വോട്ടുകൾ നിർണായകമായ UPയിൽ BJP നേതാവിന്റെ പ്രസ്താവന രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് BSPയുടെ തീരുമാനം. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായിരുന്ന ദയാശങ്കറെ തലസ്ഥാനത്ത് നിന്ന് 6 വർഷത്തേക്ക് BJP നേതൃത്വം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അഭിഭാഷകർ ബഹിഷ്കരിച്ചതിനെ തുടർന്ന് ഹൈക്കോടതി നടപടികൾ തടസ്സപ്പെടുകയുണ്ടായി. വിശദാംശങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, വിശദാംശങ്ങൾ. പ്രജീഷ, 3 മണിക്ക് അഡ്വക്കേറ്റ് ജനറൽ ഒരു ചർച്ച വിളിച്ചിട്ടുണ്ട്. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ചർച്ച. അനുരഞ്ജന ചർച്ചയാണ്. ഈ ചർച്ചയിൽ മാധ്യമപ്രവർത്തകരുടെ പ്രതിനിധികളും അഭിഭാഷക അസോസിയേഷൻ്റെ പ്രതിനിധികളും പോലീസിനെയും എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഒരുമിച്ചിരുത്തിയുള്ള ചർച്ചയാണ് AG വിളിച്ചിരിക്കുന്നത്. നേരത്തെ ഉച്ചയ്ക്ക് മുമ്പ് AG അനൗദ്യോഗികമായി പല ചർച്ചകളും നടത്തിയിരുന്നു. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുമായും അഭിഭാഷക അസോസിയേഷൻ പ്രതിനിധികളുമായും എല്ലാം ചർച്ച നടത്തിയിരുന്നു. എന്നാൽ അവരെല്ലാം അപ്പോൾ അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. അഭിഭാഷകർ ഇപ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്ത് തന്നെയായാലും
എന്തായാലും പ്രശ്നം ഇന്നത്തോടെ പരിഹരിക്കണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അഡ്വക്കേറ്റ് ജനറൽ മുൻകൈയെടുത്ത ഇത്തരത്തിലൊരു അനുരഞ്ജന ചർച്ച വിളിച്ചിട്ടുള്ളത്. ഈ 3 മണിയുടെ ചർച്ചയിൽ ഇത് സംബന്ധിച്ച ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതേസമയം ഇന്നലെ ഹൈക്കോടതിയിലുണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് അഭിഭാഷകർ ഹൈക്കോടതി ബഹിഷ്കരിച്ചു. അതുകൊണ്ട് തന്നെ കേസുകളെല്ലാം ഇന്ന് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അഭിഭാഷകരെല്ലാം തന്നെ കോടതിയിൽ നിന്ന് വിട്ടുനിന്ന സ്ഥിതിക്ക് സാഹചര്യത്തിൽ കോടതി നടപടികൾ തടസ്സപ്പെട്ടു എന്ന് തന്നെ പറയാം. എന്തു തന്നെയായാലും ഇന്നലെ ഉണ്ടായ അക്രമം ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ തന്നെയാണ് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് സഹകരിച്ചിട്ടുള്ളത്. അഭിഭാഷക അസോസിയേഷന്റെ പ്രതിനിധികളും ഈ ചർച്ചയിൽ പങ്കെടുക്കും. 3 മണിക്കാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ നേതൃത്വത്തിൽ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ചർച്ച നടക്കുക. പ്രജീഷ് ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഹൈക്കോടതിയിലുണ്ടായ സംഘർഷം സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സംഘർഷമുണ്ടായത് ദൗർഭാഗ്യകരമെന്നും കോടിയേരി പറഞ്ഞു. MK ദാമോദരൻ പിന്മാറുന്ന കാര്യം നേരത്തെ തന്നെ പാർട്ടിയെ അറിയിച്ചിരുന്നു. സുശീല ഭട്ടിനെ മാറ്റിയത് സ്വാഭാവിക നടപടി മാത്രമെന്നും കോടിയേരി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകന്മാരും അഭിഭാഷകന്മാരും ശീലതിരിഞ്ഞ് ഇത്തരം ഒരു സംഭവത്തിലേക്ക് എത്താൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് പരിശോധിക്കേണ്ടതും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളായിരുന്നു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഇവിടെ സ്വീകരിക്കണം. അതിനുവേണ്ടി ഒരു സിറ്റിംഗ് ജഡ്ജിയെ തന്നെ ഹൈക്കോടതി വിട്ടുകൊടുക്കണം. സുശീല ഭട്ടിനെ മാറ്റിയെ സംബന്ധിച്ചുള്ള വിവാദത്തിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ല. കാരണം UDF ഗവൺമെൻറ് നിയോഗിച്ചിട്ടുള്ള എല്ലാ സ്പെഷ്യൽ ലീഡർമാരെയും LDF ഗവൺമെൻറ് മാറ്റിയിട്ടുണ്ട്. UDF ഗവൺമെൻറ് നിശ്ചയിച്ചത് 20 സ്പെഷ്യൽ ഗവൺമെൻറ് ലീഡർമാരെയായിരുന്നു. ആ 20 പേരെയും മാറ്റിയിട്ടുണ്ട്. ആ കേസ് നടത്താൻ സമർത്ഥരായിട്ടുള്ള ആളുകളെ ഇപ്പോൾ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ ഹൈക്കോടതിയിൽ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് കേരള വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ദിനം ആചരിക്കും. ജില്ലാ കേന്ദ്രങ്ങളിൽ മാർച്ചും പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കും. സംഭവത്തിൽ മാപ്പ് പറയും വരെ അഭിഭാഷകരുടെ പരിപാടികൾ ബഹിഷ്കരിക്കാനും KUWJ ആഹ്വാനം ചെയ്തു. കടകംപള്ളി ഭൂമി ഇടപാടിൽ ഇപ്പോൾ CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സലീം രാജിനെ ഒഴിവാക്കിക്കൊണ്ടാണ് CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കേസിൽ 5 പ്രതികളാണ് ഉള്ളത്. വിശദാംശങ്ങൾ ജീവൻകുമാർ നൽകും. ജീവൻ, ഏത് സാഹചര്യത്തിലാണ് സലീം രാജിനെ ഒഴിവാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്? തെളിവുടെയൊക്കെ തന്നെ അടിസ്ഥാനത്തിലാണോ? ആകെ എത്ര പേരാണ് പ്രതികളായിട്ടുള്ളത്? പ്രജീഷ്, ഇതിൽ സലീം രാജിനെയും ഭാര്യയെയും ഒഴിവാക്കിക്കൊണ്ടാണ് CBI ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ആകെ 5 പേർ മാത്രമാണ് നിലവിൽ കടകംപള്ളി ഭൂമി ഇടപാട് കേസിൽ പ്രതികളായിട്ടുള്ളത്. അവരുടെ പേരുകൾ ഇതാണ്: നിസാർ അഹമ്മദ് 1-ാം പ്രതി, സുഹ്റ ബീവി 2-ാം പ്രതി, മുഹമ്മദ് കാസിം 3-ാം പ്രതി, 4-ാം പ്രതിയായി റുക്കിയ ബീവിയും 5-ാം പ്രതിയായി 2005-ലെ ആ സമയത്ത് കടകംപള്ളിയിൽ വില്ലേജ് ഓഫീസറായിരുന്ന ഡെപ്യൂട്ടി തഹസീൽദാർ വിദ്യോദയകുമാറുമാണ് 5 പ്രതികൾ. പ്രതികൾക്ക് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് 120B, 420, 423, 465, 468, 471 IPC കൂടാതെ PC ആക്ടിലെ 13(2) എന്നീ വകുപ്പുകളും ചേർത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും സുപ്രധാനമായ വാർത്ത, ഒരുപക്ഷെ FIR സമർപ്പിച്ചിരുന്നപ്പോൾ 27 പ്രതികളുണ്ട് എന്നായിരുന്നു CBI അന്ന് കോടതിയിൽ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഫൈനൽ കുറ്റപത്രത്തിലേക്ക് എത്തിയപ്പോൾ, അതായത് ഇന്ന് സമർപ്പിക്കപ്പെട്ട ഫൈനൽ കുറ്റപത്രത്തിൽ 5 പ്രതികൾ മാത്രമായി ചുരുങ്ങുകയും ചെയ്തിരുന്നു. കടകംപള്ളി ഭൂമി ഇടപാട് ഒരുപക്ഷെ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചൊരു കേസാണ്. നിലവിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ പേരിലുണ്ടായിരുന്ന ഭൂമി വ്യാജമായ രേഖകൾ ചമച്ച് തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്ന ആരോപണം. അതിന് മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാനായിരുന്ന സലീം രാജ് നേരിട്ടിടപെട്ടു എന്നും ഈ കേസിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ പ്രകാരം ഇവർ 5 പേർ മാത്രമാണ് നിലവിൽ കേസിൽ പ്രതികളായിട്ടുള്ളത്. തിരുവനന്തപുരം CBI കോടതിയിലാണ് CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പ്രജീഷ്, അവിടെ എന്ത് സാഹചര്യങ്ങളാണ്? കാരണം നേരിട്ടിടപെട്ട് വ്യാജരേഖ അടക്കം ചമയ്ക്കലുമായി ബന്ധപ്പെട്ടൊക്കെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടന്ന തെളിവ് ശേഖരണത്തിൻ്റെ ഒക്കെ ഭാഗമായി ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ സലീം രാജിനെയൊപ്പം ഭാര്യയും ഒഴിവാക്കിയിരിക്കുന്നത്?
പ്രജീഷ്, ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അല്പസമയങ്ങൾക്ക് മുമ്പ് മാത്രമാണ് CBI ഇത് സംബന്ധിച്ച കുറ്റപത്രം CBIയുടെ കോടതിയിൽ കൊടുത്തത്. ഇന്ന് അഭിഭാഷകർ അവധിയായതിനാലും അഭിഭാഷകർ കോടതി മുറി ബഹിഷ്കരിച്ചിരിക്കുന്നതിനാലും അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അല്പസമയത്തിനകം നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നേരത്തെ കരമടയ്ക്കാനുള്ള താമസവും വ്യാജ തണ്ടപ്പേരും സംബന്ധമായ പ്രശ്നത്തെ തുടർന്നായിരുന്നു കടകംപള്ളി ഭൂമി ഇടപാട് ഉയർന്നു വന്നത്. കടകംപള്ളി വില്ലേജിൽപ്പെട്ട 19 സർവേ നമ്പറുകളിൽ ഉൾപ്പെട്ട 44 ഏക്കർ സ്ഥലം 150 കുടുംബങ്ങൾ 2012-13 വരെ ആധാരം കരം അടച്ച് പട്ടയവും കൈവശം വെച്ച് അനുഭവിച്ചു വന്നിരുന്ന ഭൂമിയായിരുന്നു. എന്നാൽ 2013-14 വർഷത്തിൽ കരം വില്ലേജ് ഓഫീസർ സ്വീകരിക്കുന്നതിന് വ്യക്തമായ കാരണങ്ങൾ സ്വീകരിക്കാതെ കരമടയ്ക്കാൻ സമ്മതിക്കാത്തതിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് ഒരുപക്ഷെ ഞെട്ടിക്കുന്ന ഏറ്റവും വലിയ ഒരു ഭൂമി കുംഭകോണം ഉണ്ടായി വന്നത്. മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, കളക്ടർ, RDO, അഡീഷണൽ തഹസീൽദാർ എന്നിവർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. 2006 വർഷം ശൂന്യതണ്ടപ്പേരിൽ വ്യാജ പ്രമാണങ്ങൾ ഭൂമി മാഫിയായും ഒരുപറ്റം റവന്യൂ അധികാരികളും ചേർന്ന് ചമയ്ക്കുകയും 5 ഏക്കർ പട്ടയം പിടിച്ചത് പിന്നീട് കളക്ടറുടെ അന്വേഷണപ്രകാരം RDO ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. വില്ലേജ് ഓഫീസർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഇതുപോലെ 2013 ശൂന്യതണ്ടപ്പേരുണ്ടാക്കി അതിൽ 1 ഏക്കർ 44 സെന്റ് സ്ഥലം അധികാരികൾ ഭൂമാഫിയ സംഘത്തിന് പോക്കുവരവ് നടത്തിക്കൊടുത്തു. അന്ന് ഡെപ്യൂട്ടി കളക്ടർ സൗത്ത് സോൺ വിജിലൻസ് അന്വേഷണത്തിൽ തണ്ടപ്പേർ വ്യാജമാണ് എന്ന് കണ്ടെത്തി റിപ്പോർട്ട് വന്നിട്ടും ഈ വ്യാജ തണ്ടപ്പേർ ക്യാൻസൽ ചെയ്യാനോ കരം സ്വീകരിക്കാനോ ഉള്ള നടപടികൾ റവന്യൂ വകുപ്പിൽ നിന്നും സ്വീകരിച്ചിരുന്നില്ല. ഉന്നതരായ ആളുകൾ ഇടപെട്ട ഒരു കേസ് എന്നുള്ള തരത്തിൽ മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാൻ സലീം രാജ്, അഷ്റഫ് മജീദ് എന്നിവർ ചേർന്നാണ് ഈ വ്യാജ പട്ടയമുള്ള ഭൂമി കച്ചവടം ചെയ്തു എന്നായിരുന്നു പ്രധാനമായ ആരോപണം. ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോർട്ടിൽ AGയെ ഹാജരാക്കി അന്നത്തെ ഗവൺമെൻറ് സലീം രാജിന് വേണ്ടി കൂട്ടുനിന്നു എന്നടക്കമുള്ള വലിയ ആരോപണങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടായി. എന്തായാലും ഒരു വലിയ പ്രഹേളികയ്ക്ക് ശേഷമാണ് ഇപ്പോൾ CBI 5 പേരെ മാത്രം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫൈനൽ ചാർജ് ഷീറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രജീഷ്, ഈ 5 പേർ പ്രതിപട്ടികയിലേക്ക് വരുമ്പോൾ 5 പേരെ കുറിച്ചുള്ള അവരുടെ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചൊക്കെ കുറ്റപത്രത്തിൽ ഏത് രീതിയിലാണ് പരാമർശിച്ചിരിക്കുന്നത്? പ്രജീഷ്, അത് അല്പസമയത്തിനകം നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകും എന്നാണ് പറയുന്നത്. എന്തായാലും പ്രതികൾക്കെതിരെ IPC ഗൂഢാലോചന, ഒപ്പം വ്യാജരേഖ ചമയ്ക്കൽ 423, 465, 468, 471 IPC, 13(2) PC ആക്ട് എന്നിവ ചുമത്തിയിട്ടുണ്ട്. പ്രജീഷ്, ഇതിന്റെ തുടർ നടപടികൾ ഇനി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. കേസിന്റെ ഇനിയുള്ള നടപടിക്രമങ്ങൾ ജീവൻ. എന്തായാലും കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന മുറയ്ക്ക് ഇനി എന്തായാലും ഈ കാര്യത്തിൽ 5 പ്രതികൾക്കെതിരായിട്ടുള്ള ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്ത് സമർപ്പിക്കേണ്ടത് CBIയുടെ കൂടി ഉത്തരവാദിത്തമാണ്. എന്തായാലും അതിലേക്ക് അവർ കടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അന്വേഷണത്തിന്റെ ആ ദിശയിലേക്ക് പോയി കഴിഞ്ഞാൽ, കാരണം എന്തൊക്കെ തെളിവുകളാണ് ഒരു പക്ഷേ ശേഖരിക്കപ്പെട്ടത്, തെളിവുകളൊക്കെ തന്നെ കൃത്യമായി CBI പരിശോധിച്ച ശേഷമാണോ ഇങ്ങനെ ഒരു തീർപ്പിലേക്ക് പോയിരിക്കുന്നത്? എന്തായാലും വ്യാജരേഖ അടക്കമുള്ള വളരെ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ഒക്കെ തന്നെ എഴുതി ചേർക്കപ്പെട്ട അല്ലെങ്കിൽ പ്രാഥമികമായിട്ടൊക്കെ തന്നെ സംശയിക്കപ്പെട്ട ഒരു കേസിലാണ് ഇപ്പോൾ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒക്കെ CBIക്ക് കണ്ടെത്താനായിട്ടുണ്ട്? ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് ഇവരെയൊക്കെ? ഇവർക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നില്ല എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഇപ്പോൾ CBI ഇവരെ ഒഴിവാക്കിയിരിക്കുന്നത്. ആദ്യം FIR രജിസ്റ്റർ ചെയ്തിരുന്നത് 27 പേരുടെ പേരിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 5 ആയി ചുരുങ്ങിയിരിക്കുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വാർത്ത. ഇതിൽ പ്രതികൾക്കെതിരെ 120B, 420, 423, 465, 468, 471 IPC, 13(2) PC ആക്ട് എന്നിവയാണ് ചുമത്തിയിരിക്കുന്നത്. പ്രജീഷ്, ഇപ്പോൾ കിഷോർ കടകംപള്ളി ഭൂമി ഇടപാടിൻ്റെ ഇര, അവിടെ കേസൊക്കെ നൽകിയ വ്യക്തികൾ ഒരാളായ കിഷോർ ഇപ്പോൾ സലീം രാജ് അടക്കമുള്ള ആളുകളെ കേസിൽ നിന്നും CBI ഒഴിവാക്കിയിരിക്കുന്നു. 5 പേരുടെ പട്ടിക ആണിപ്പോൾ ഉൾപ്പെടുത്തി പ്രതിപട്ടിക തയ്യാറാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ കാണുന്നു? കൂടുതലായി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ആ വാർത്തയുടെ കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും CBI ഓഫീസായിട്ട് വന്ന് CJM കോടതി ചാർജ് ഷീറ്റ് സലീം രാജിനെതിരെ കൊടുത്തെന്നുള്ള വിവരമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഒഴിവാക്കാൻ പറ്റിയ ഒരാളും അല്ല സലീം രാജ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇടപാടില് ഇതിന്റെ മുഖ്യ കണ്ണിയാണ്
മുഖ്യമന്ത്രി ഓഫീസ് ദുരുപയോഗപ്പെടുത്തി ഇത്രയും തട്ടിപ്പ് സംഘം നടത്തിയതെല്ലാം സലീം രാജ് ഒറ്റ ഒരാളാണ്. ആ സലീം രാജിന് ഇനിയും പല ആൾക്കാരുടെ പേരുകൾ പറയാനുണ്ട്, അത് ഞങ്ങൾക്കറിയാം. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒഴിവാക്കി എന്ന് പറയാൻ പാടില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ CBI കോടതിയിൽ അതിനെ ശക്തമായി നേരിടും. കിഷോർ, വലിയൊരു ഭൂമി തട്ടിപ്പിന്റെ ഒരു ബാക്കി പത്രം, അതിന്റെ തുടർച്ചയായിരുന്നു നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കണ്ടത്. ആ കേസിന്റെ അന്വേഷണം CBIയിലേക്ക് കൈമാറുമ്പോഴൊക്കെ തന്നെ വലിയൊരു പട്ടിക, ആ പട്ടിക ഉണ്ടായിരുന്നു. CBI എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമാണോ ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? CBI പോലെയുള്ള ഒരു സംവിധാനം കേസിന്റെ നൂലാമാലകളൊക്കെ തന്നെ ഇഴകീറി പരിശോധിച്ചു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? CBI ഇതിന്റെ എല്ലാ നൂലാമാലകൾ പരിശോധിച്ചിട്ടുണ്ട്. ഇനി ഹയറപ്സിൽ പോവേണ്ട കേസാണ്, പക്ഷെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. പല കേസുകളിലും കേൾക്കുന്ന പോലെ വലിയ ആൾക്കാരെ ഒന്നും ഈ ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയിട്ട് വളരെ വില്ലേജ് ഓഫീസർ 1-2 ചെറിയ ആൾക്കാരെ മാത്രമേ ഇപ്പോഴും CBI കണ്ടുപിടിച്ചിട്ടുള്ളൂ. അത് മാത്രമല്ല ഇതിന് മെയിൻ ആയിട്ടുള്ള ആ ഒരു ഫോർജറി നടത്തിയിട്ടുള്ള, ആ ഡോക്യുമെന്റ് ഫോർജറി നടത്തിയിട്ടുള്ള ആരാണെന്നുള്ള കാര്യം CBI കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കേണ്ടതാണ് ഈ സമയത്ത്. അപ്പൊ പല കാര്യങ്ങളും ഇനിയും കണ്ടെത്താറുണ്ട്. അപ്പോൾ ഒരു ഇതില്ലാതെ ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത് ഒരുപാട് അത്രയും CBIയിലുള്ള വിശ്വാസയോഗ്യത ഒന്ന് പരിശോധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ. യെസ്, തീർച്ചയായും. കിഷോർ, ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. മറ്റൊരു പരാതിക്കാരനായ നാസർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ നാസർ, എന്തായാലും കേസ് അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് വരുമ്പോൾ CBIയുടെ അന്വേഷണം ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ നിങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ പരാതിയിന്മേൽ 5 പേരായി അതിൻ്റെ പരാതി അല്ലെങ്കിൽ പ്രതിപട്ടിക ചുരുക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അവിടെ സലീം രാജ് അടക്കമുള്ള ആളുകളെയൊക്കെ തന്നെ ഒഴിവാക്കുന്ന ഒരു ഘട്ടം, നടപടിയെ എങ്ങനെ കാണുന്നു CBIയുടെ? അത് വലിയൊരു ഗെയിമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം വെച്ചാൽ ഈ അന്വേഷണം ഹൈക്കോടതി പ്രഖ്യാപിച്ചതിന്റെ ആരംഭത്തിൽ തന്നെ അത് ഡൽഹിയിൽ വലിയൊരു 10-15 കോടി രൂപ കൊണ്ട് കൊടുത്ത് ഉന്നതരായിട്ടുള്ള ആളുകളെ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയതായിട്ട് നമ്മൾ അറിഞ്ഞായിരുന്നു. അത് അന്നത്തെ സമയത്തെ ചാനലുകളിൽ നമ്മളത് പറയുകയും ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയാണ് TO സൂരജ് എല്ലാവരും അതിൻ്റെ അകത്ത് പതിയെ ഒഴിവായി പോയത്. പക്ഷേ സലീം രാജ് 100% അതിൻ്റെ അകത്ത് പെട്ടിരുന്ന ആളാണ്. കാരണം സലീം രാജിന്റെ വാഹനത്തിൽ നിന്ന് സലീം രാജ് ഒപ്പിട്ടു എന്ന് പറയുന്ന ആധാരത്തിന്റെ ഒറിജിനൽ കണ്ടെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അതെല്ലാം ഇപ്പോ ഒന്നുമില്ല, സലീം രാജ് പ്രതിയില്ല എന്ന് പറയുന്നതിൽ നേരത്തെ അവരുടെ ആ പണം കൊടുത്ത് ഒഴിവാക്കി എന്നുള്ള സംഗതി സത്യമാണ് എന്നാണ് നമുക്കിപ്പോൾ ബോധ്യപ്പെടുന്നത്. ഞാൻ താങ്കളിലേക്ക് നാസറും കിഷോർ, ദയവായി നിങ്ങൾ ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ സലീം രാജ് തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സലീം രാജ്, താങ്കൾ ഉൾപ്പെടെ താങ്കളുടെ ഭാര്യ അടക്കമുള്ള വ്യക്തികളെ, ഒട്ടേറെ പേരെ ഈ കേസിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം CBIയുടെ ഈ നിലപാടിനെ എങ്ങനെയാണ് കാണുന്നത്? ഹലോ, ശ്രീ സലീം രാജ്, CBIയുടെ നിലപാടിനെ എങ്ങനെ കാണുന്നു താങ്കൾ? എനിക്ക് വളരെ സന്തോഷമുണ്ട്. 3 വർഷമായി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും എൻ്റെ കുടുംബവും ഒരുപാട് യാതനകളും ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇങ്ങനൊരു കുറ്റപത്രം കൊടുത്തു എന്ന് അറിഞ്ഞ സന്തോഷമുണ്ട്. എന്തായാലും എനിക്ക് TV-യിൽ കൂടെ കണ്ടുള്ള അറിവേ ഉള്ളൂ. എൻ്റെ അഡ്വക്കേറ്റ് ഒന്നും അറിയിച്ചിട്ടില്ല. ഞാൻ TV-യിൽ കണ്ട് ഉള്ള ന്യൂസ് വെച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവിടെ എല്ലാ കാര്യങ്ങളും, കാരണം പരാതിക്കാരായ 2 പേർ, കിഷോറും നാസറും നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ മറ്റു തലക്കൽ അവർ തുടരുന്നുണ്ട്. ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് താങ്കളുടെ വാഹനത്തിൽ നടക്കം അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഒപ്പിട്ട് വാങ്ങിയതിൻ്റെയൊക്കെ തന്നെ രേഖകൾ കണ്ടെടുത്തിട്ടുള്ളതായി നാസർ അടക്കമുള്ളവർ പറയുന്നുണ്ട്. ഇവിടെ CBI എല്ലാ വശങ്ങളും തെളിവുകളടക്കം ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണോ തീർപ്പിലേക്ക് എത്തിയിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇവരൊക്കെ തന്നെ ഉന്നയിക്കുന്ന ഈ ഗുരുതരമായ ആരോപണങ്ങളെക്കുറിച്ച് ഈ ഘട്ടത്തിൽ എങ്ങനെ നോക്കിക്കാണേണ്ടി വരും? അല്ല, കിഷോർ പറഞ്ഞത് ഞാനിപ്പോൾ കേട്ടോണ്ടിരിക്കുവാണ്. കിഷോർ എന്ത് ബേസിലാണ് അത് പറയുന്നത് എന്ന് എനിക്കറിയില്ല. എന്തായാലും CBI ഇതെല്ലാം അന്വേഷിച്ച ശേഷമാണല്ലോ അവര് ഈ രീതിയിൽ കുറ്റപത്രം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് 100% വിശ്വാസമുണ്ട് ഈ കേസുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. അത് ഞാൻ അന്നേ പറയുന്ന, തുടക്കം മുതൽ ഞാൻ പറയുന്നതാണ്. ഈ CBI അന്വേഷണം സ്വാഗതം ചെയ്തത് ഞാൻ തന്നെയാണ്. ഞാൻ അന്ന് CBI അന്വേഷിച്ച വേളയിലും CBI അന്വേഷണം സ്വാഗതം ചെയ്ത ആളാണ്. എനിക്ക് CBI അന്വേഷിക്കുന്നതിൽ വളരെ സന്തോഷമുള്ള ആളുമായിരുന്നു ഞാൻ. സലീം, ഒരു കാര്യവുമില്ലാതെ, ഒരു കാരണവുമില്ലാതെ താങ്കളെ ഈ തരത്തിൽ ഇങ്ങനെ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ എന്തെങ്കിലും ഏത് രീതിയിൽ, കാരണം കിഷോറിനോ അല്ലെങ്കിൽ നാസറിനോ അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യം തീർക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ഒരു കേസിലേക്ക് വലിച്ചിഴയ്ക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇവിടെ CBI അങ്ങനെയെങ്കിൽ മറ്റ് പാകപ്പിഴകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ?
അല്ല, അത് ഇപ്പൊ അവിടെ നമ്മുടെ നാസർ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ മജീദുമായിട്ടുള്ള വ്യക്തിപരം തീർക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ മജീദ് എന്ന് പറയുന്നത് എന്റെ ഒരു വളരെ ഡിസ്റ്റന്റ് റിലേഷൻ ആണ്, എന്റെ ഒരു ഫ്രണ്ടാണ്. അദ്ദേഹമാണ് ഇതിനകത്ത് ഇവിടെ വന്ന് ഈ ഭൂമിയാണ് ബന്ധപ്പെട്ടത്. അതിന്റെ പേരിലാണ് എന്നെയും കൂടെ ഈ കേസിലേക്ക് വലിച്ചത്. അത് നാസർ മജീദിനുള്ള വ്യക്തിപരം തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഈ കേസിൽ ഉൾപ്പെടുത്തിയത്. യെസ്, ഞാൻ സലീമിലേക്ക് എത്താം. ശ്രീ നാസർ, അവിടെയാണ് കാരണം വ്യക്തി വൈരാഗ്യം. താങ്കൾ ഇപ്പോഴും നിങ്ങൾക്കൊക്കെ എന്തായാലും കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞ് ഇനിയും ഒക്കെ തന്നെ പല രീതിയിലുള്ള നിയമ പോരാട്ടങ്ങൾക്കുള്ള സാധ്യതകൾ ഇപ്പോഴും വരുന്നുണ്ട്. ഇവിടെ സലീം രാജ് സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വേണം. തീർച്ചയായിട്ടും. അതായത് 26/8/2015 CBIയുടെ SP ഒരു സ്റ്റേറ്റ് പോലീസ് ചീഫിനും ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും IG രജിസ്ട്രേഷനും ഒരു കോൺഫിഡൻഷ്യൽ കത്ത് കൊടുത്തു. അത് പ്രകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജയറാം, അബ്ദുൽ മജീദ്, സലീം രാജ്, ദിലീപ് ഇവരെല്ലാം പ്രതികളാണെന്നും ഇവരെ അത് കൂടാതെ ആ സെക്ഷൻ ഈ അണ്ടർ സെക്ഷൻ കൂടാതെ 506 IPC പ്രകാരം കൂടി വെച്ച് ഒരു പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ച് ഗവൺമെന്റ് പെർമിഷൻ കൊടുത്തു. പ്രതിയല്ലേ പിന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പെർമിഷൻ മേടിക്കുന്നതിനാ? അതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമാണിത്. കാരണം വെച്ചാൽ ഇതിപ്പോ CBI ചേർത്തില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത വഴിക്ക് പോകും. കാരണം വ്യക്തമായ തെളിവുള്ള കാര്യമല്ലേ, വ്യക്തമായ രേഖകളൊക്കെ ഈ പ്രതികളുടെ ശ്രീ നാസർ, തെളിവുകൾ എന്താണ്? തേടാതെ പോയ തെളിവുകൾ, CBI തേടാതെ പോയ തെളിവുകൾ നിങ്ങൾ പറയുന്ന കാര്യം. കാരണം പിഴവ് ഒരു വ്യക്തമായ ഒരു അന്വേഷണ ഏജൻസിയെ, പ്രമുഖമായ അന്വേഷണ ഏജൻസിയാണ് കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഏജൻസിയാണ് കേസ് അന്വേഷിക്കുകയും ചെയ്തിരിക്കുന്നത്. എവിടെയാണ് നിങ്ങൾ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യാതെ പോയിട്ടുള്ളത്? പ്രധാനമായും CBIയോട് ഹൈക്കോടതി ഇതെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൊബൈൽ വോയിസും ഡീറ്റെയിൽസും എടുക്കാൻ പറഞ്ഞത്. അതായത് ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് ഒരു 28/3/2014 ഒരു ഉത്തരവ് പ്രകാരം സലീം രാജ് അടക്കമുള്ള എല്ലാവരുടെയും ഫോൺ കോളുകളും റെക്കോർഡ്സും കെറ്റ് സൂക്ഷിക്കാൻ പറഞ്ഞതായിരുന്നു മൊബൈൽ കമ്പനിക്കാരോട്. അത് CBI സമയാസമയങ്ങളിൽ എടുക്കുകയോ അത് കിട്ടാതിരുന്നപ്പോൾ വേണ്ട നടപടികളോ സ്വീകരിച്ചില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇപ്പൊ ഈ അടുത്ത ദിവസമായിട്ട് കഴിഞ്ഞ വെക്കേഷൻ മുമ്പ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നമ്പർ 740/2016 ഹൈക്കോടതിയിൽ CBIക്കെതിരെയും പിന്നെ ഈ മൊബൈൽ കമ്പനികൾക്ക് 4 മൊബൈൽ കമ്പനിയുണ്ട്, BSNL, എയർടെൽ, പിന്നെ ഐഡിയ, വോഡഫോൺ 4 പേർക്കെതിരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കേസ് ഫയൽ ചെയ്തിരിക്കുക. ആ കേസ് ഇപ്പൊ ഹൈക്കോടതിയുടെ നിലവിൽ പരിഗണനയിൽ ഇരിക്കുകയാണ്. അപ്പോ തീർച്ചയായും അത് ഞങ്ങള് എക്സ്പെർട്ടിനെയൊക്കെ വെച്ചിട്ട് അത് റെയ്ഡ് ചെയ്ത് ഈ റെക്കോർഡ്സ് 5 വർഷം കഴിഞ്ഞാലും അത് കിട്ടുമെന്നാണ് പറയുന്നത്. അത് എടുക്കാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അതായത് CBI ശ്രീ നാസർ, CBI ഇതിലൊന്നും കടന്നിട്ടില്ല എന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായും CBI ആ വഴിക്കേ പോയില്ല. CBI ഈ കേസ് അന്വേഷണം 9 മാസം കൊണ്ട് തീർക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് CBI ചെയ്തതെന്ന് വെച്ചാൽ കേസ് അന്വേഷണം തീർക്കേണ്ട 9 മാസം സമയം തീരുന്നതിന് 10 ദിവസം മുമ്പോ മറ്റാണ് അവര് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയും അത് എല്ലാം കൊടുക്കണമെന്ന് പറയും. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അതെല്ലാം കമ്പനിക്കാരോട് പെട്ടെന്ന് കൊടുക്കാൻ പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ കമ്പനിക്കാർ പറഞ്ഞത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാം. അതിനുശേഷം ഒരു വൈദ്യുതി എന്താണെന്ന് വെച്ചാല് BSNL കമ്പനിക്കാർ ഇപ്പോൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കേസിൽ പറയുന്നു അതിലെ 2-3 നമ്പർ വേറെ ആളുകൾ ഉപയോഗിക്കണേ, അവരുടെ വേണമെങ്കിൽ 2015 മുതൽ തരാമെന്ന്. അപ്പൊ അവര് 2012 മുതൽ തരാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സലീം രാജിന്റെ ഒക്കെ 2012 കാലഘട്ടത്തിൽ വരാൻ പറ്റില്ല? അതായത് നാസർ, നിങ്ങൾ പറയുന്ന ഈ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം അല്ലെങ്കിൽ സാങ്കേതിക രേഖകൾ ഹാജരാക്കിയാൽ ഈ കേസിന്റെ മറ്റൊരു തലം ഏത് രീതിയിലായിരിക്കും രൂപപ്പെടുക? ഇതില് ഉന്നതരായ ആളുകൾ, നമ്മൾ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത ഒരുപാട് ആളുകൾ ഇതിനകത്ത് വന്ന് പെടും. ആരൊക്കെ ഈ ഘട്ടത്തിൽ മറയില്ലാതെ പറയാം നാസർ, ആരൊക്കെ? അത് മന്ത്രി അടൂർ പ്രകാശ് വരും, മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരും, മുഖ്യമന്ത്രി വരും, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ വരും, പിന്നെ ഇദ്ദേഹം ജിയോ സൂരജ് വരും, ഞങ്ങളുടെ ജില്ലാ കളക്ടറായിരുന്ന ഷെയ്ഖ് ഫരീദ് വരും, കുറെ ആളുകൾ വരും. അതായത് ഇവർ വഴിയുള്ള ഒരു കണ്ണി ഈ പറയുന്ന സലീം രാജ് എന്ന് പറയുന്ന വ്യക്തികളുമായിട്ടൊക്കെ തന്നെ ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. ഉണ്ട്. അതായത് സലീം രാജിലൂടെയാണോ നിങ്ങളുമായിട്ടൊക്കെ ഇടപാട് നടത്തി? അതിന്റെ രേഖകൾ ഈ ടെലിഫോണിലൂടെ അല്ലെങ്കിൽ ഫോൺ വിളികളിലൂടെ വ്യക്തമാകുന്നതാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും കിട്ടുന്നു. ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള അതിനുള്ള ഒരു ഉറപ്പുകളുണ്ട്. അങ്ങനെ അത് ചെയ്താൽ അത് കിട്ടുമെന്നുള്ള
ഉറപ്പുകളുണ്ട് ഞങ്ങൾക്ക്. പക്ഷെ അത് ചില കാര്യങ്ങൾ ഈ റെക്കോർഡിക്കലായിട്ട് കിട്ടാതെ ഞങ്ങൾക്കത് ഉറപ്പിച്ചു പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ അത് കോടതി വഴി മൂവ് ചെയ്ത് അത് എടുക്കാൻ വേണ്ടി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദയവായി നാസർ, കിഷോറും തുടരുക. ശ്രീ സലീം രാജ്, താങ്കളെ കുറിച്ച്, കാരണം താങ്കളുമായി ബന്ധപ്പെട്ട താങ്കൾ ഉപയോഗിച്ച ടെലിഫോണുകൾ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ താങ്കളുടെ അടക്കം പരിശോധിച്ചിട്ടില്ല CBI. അത് പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് നാസർ പറയുന്നത്. അദ്ദേഹം പറഞ്ഞതെല്ലാം ഞാൻ സ്വാധീനം. എന്തുകൊണ്ടാണ് ഈ നാസർ പറഞ്ഞ വ്യക്തി പറയുന്ന മുഴുവൻ ചാനലിൽ വന്ന് പറയുന്ന മുഴുവൻ കള്ളത്തരങ്ങളാണ്. അദ്ദേഹം കളമശ്ശേരി കേസിൽ എന്തിനാണ് പ്രതിയാക്കിയത്? അദ്ദേഹം എന്താണ് കൊടുത്തത്? അദ്ദേഹത്തിന്റെ വീട്ടിൽ ഡേറ്റ് സഹിതം അദ്ദേഹം പറഞ്ഞേക്കാണ്, ഇന്ന ഡേറ്റിൽ എന്റെ വീട്ടിൽ വന്ന് സലീം രാജ് എന്റെ വീട്ടിൽ വന്ന് എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നാണ് അദ്ദേഹം റിട്ടേൺ ഒരു പരാതി CBIക്ക് വിജിലൻസിനൊക്കെ കൊടുത്തത്. അദ്ദേഹം അതെന്താ, അതിന്റെ അന്വേഷണം എന്താ അദ്ദേഹം ചോദിച്ചു. അതിന്റെ അന്വേഷണം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇന്നേ വരെ ഞാൻ പോയിട്ടില്ല. അദ്ദേഹം വെറുതെ ആവശ്യമില്ലാതെ എന്നെ ഈ കേസിലേക്ക് വലിച്ചിരിക്കുവാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞ ഡേറ്റ് അദ്ദേഹം ആ പരാതിക്കകത്ത് കൊടുത്തേക്കുവാണ്. അന്നത്തെ സലീമിന്റെ ടവർ ലൊക്കേഷൻ നോക്കിയാൽ മനസ്സിലാകും സലീം രാജ് എന്റെ വീട്ടിൽ വന്നോ ഇല്ലയോ എന്ന്. പക്ഷെ അതാരും കേൾക്കുന്ന ആർക്കും ഇയാൾ ഈ നാസർ പറയുന്നത് സത്യസന്ധമാണെന്ന് വിചാരിക്കുള്ളൂ. പക്ഷെ സത്യം എന്തായിരുന്നു? ഈ നാസറിന്റെ വീടിനടുത്താണ് കിംസ് ഹോസ്പിറ്റൽ ഇരിക്കുന്നത്. ഈ കിംസ് ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറായിരുന്നു. ഞാനായിരുന്നു അന്ന് ഡ്യൂട്ടി. ഞാൻ അന്ന് അദ്ദേഹത്തെ ഡ്യൂട്ടിക്ക് അവിടെ അദ്ദേഹത്തിന്റെ കൂടെ ഡ്യൂട്ടിക്ക് കിംസ് ഹോസ്പിറ്റലിൽ പോയി. ഈ കിംസ് ഹോസ്പിറ്റൽ അടുത്താണ് നാസർ താമസിക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ടവർ ലൊക്കേഷൻ അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് വരും. അത് വെച്ച് അദ്ദേഹം പരാതി കൊടുത്തു. എന്തായാലും ഞാൻ അന്ന് ഡയറി എഴുതി വെച്ചിരുന്നു. ഈ ടെലിഫോണിലോ ശ്രീ സലീം രാജ് നാസറുമായിട്ടോ താങ്കൾ ഏതെങ്കിലും അർത്ഥത്തിൽ ടെലിഫോണിലോ അല്ല നേരിട്ടോ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ താങ്കൾ കഴിയുന്ന വ്യക്തമായ രേഖകളോ അല്ലെങ്കിൽ തെളിവുകൾ താങ്കളുടെ കൈവശമുണ്ട്? എനിക്ക് അദ്ദേഹത്തെ കാണേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അദ്ദേഹം ഒരു പ്രാവശ്യം എന്നെ തിരുവനന്തപുരത്ത് എന്നെ അസംബ്ലി വന്ന് കണ്ടിട്ടേ ഉള്ളൂ. അല്ല, ഞാൻ അദ്ദേഹത്തെ കാണാൻ ഇന്നേ വരെ പോയിട്ടില്ല. എനിക്ക് അതിന് പോകേണ്ട ആവശ്യവുമില്ല. അദ്ദേഹത്തിന്റെ കേസുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ഭൂമി കച്ചവടം നടത്തിയിട്ടുമില്ല. അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ, ഈ നാസർ പറയട്ടെ, ഞാൻ എന്റെ ഈ പ്രായത്തിനിടയ്ക്ക് 1 സെന്റ് ഭൂമി ഞാൻ കച്ചവടം നടത്തി എന്ന് നാസർ തെളിയിക്കാമെങ്കിൽ ഈ നാസർ പറഞ്ഞ മുഴുവൻ ഞാൻ അംഗീകരിക്കാം. ഈ നാസർ പറഞ്ഞ പച്ചക്കള്ളമാണ്. എന്തായാലും ഞാൻ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ ഞാനില്ല. ഇപ്പം ചാനലിൽ വിളിച്ചു, അതിന്റെ മറുപടി ഞാൻ പറയുന്നു. അവിടെ തീർച്ചയായും നമ്മളുമായിട്ടാണ് സംസാരം. സലീം, ഇവിടെ ഈ CBI കേസ് അന്വേഷിക്കുന്ന CBI അന്വേഷണ ഘട്ടത്തിലൊക്കെ ഈ പറഞ്ഞ നാസർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് കോടതിയിൽ നടക്കം ഒരുപക്ഷെ സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഈ ഫോണ്ടടക്കം ശേഖരിക്കാൻ കഴിയാതെ പോയെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് നാസറൊക്കെ ഉന്നയിച്ച ആരോപണങ്ങൾ താങ്കളോട് ചോദ്യങ്ങളായി CBI ചോദിച്ചിരുന്നുവോ? എന്താ ഈ കേസിന്റെ അന്വേഷണത്തിലേക്ക് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. അല്ലല്ല, ഞാൻ ചോദിച്ചത് അങ്ങനല്ല. ഇതിന്റെ വ്യക്തത, ഈ നാസർ ഉന്നയിക്കുന്ന ഇപ്പോഴത്തെ ഈ ആരോപണങ്ങൾ സംബന്ധിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ CBI താങ്കളിലൂടെ തേടിയിരുന്നോ? അത്തരം ഘട്ടങ്ങളൊക്കെ കടന്നു വന്നതിന് ശേഷമുള്ള ഒരു ക്ലീൻ ചിറ്റാണോ നൽകിയിരിക്കുന്നത്? എന്നോട് A-to-Z കാര്യങ്ങള് പല തവണയായി മണിക്കൂറോളം എന്നെ ക്വസ്റ്റ്യൻ എന്നെ അറസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കണം. എന്നെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതാണ്, അല്ലാതെ വെറുതെ ചോദ്യം ചെയ്തതല്ല. എന്നെ അറസ്റ്റ് ചെയ്ത് ഞങ്ങളെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തതാണ്, അല്ല വെറുതെ ചോദ്യം ചെയ്തൊന്നുമല്ല. ഇത് ഈ നാസർ പറഞ്ഞത് യാതൊരു അർത്ഥവുമില്ല. അവര് 100% അവര് എന്റെ നിരുപാധിത അവർക്ക് ഉറപ്പായതുകൊണ്ട് മാത്രമാണ് എന്നെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. അല്ലാതല്ല. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇന്നും ഞാൻ പറയുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ ഒരു ബന്ധം എനിക്ക് കേസുമായിട്ടില്ല. ഞാൻ അന്നും പറഞ്ഞതാണ്, ഇന്നും ഓർത്തിരിക്കുന്നു. ഇപ്പൊ ഈ വാർത്ത കേട്ടത് എനിക്ക് സന്തോഷമുണ്ട്. യെസ്, ഞാൻ താങ്കൾ തുടരുക ദയവായി. കിഷോർ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? കിഷോറില്ല, നാസർ ഉണ്ടല്ലോ. നാസർ, ഇവിടെയാണ് ഈ തെളിവ് ശേഖരണത്തിലേക്ക് CBI പോയിട്ടും അല്ലെങ്കിൽ പോയിട്ടില്ല എങ്കിൽ അത് ഗുരുതരമാണ്. പക്ഷേ ഇത്തരത്തിൽ ടെലിഫോൺ ബന്ധങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കിപ്പോഴും സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിൽ, കാരണം അവിടെ സാങ്കേതിക അർത്ഥത്തിലുള്ള അല്ലെങ്കിൽ വിശദാംശങ്ങൾ എടുക്കാൻ വൈകുമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഇവർക്കൊക്കെ നേരിട്ട് താങ്കളിലേക്കും അല്ലെങ്കിൽ പരാതിക്കാരൻ അടക്കമുള്ള കിഷോർ അടക്കമുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുകയും അല്ലെങ്കിൽ നിങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ച് വിലപേശലടക്കം നടത്തിയതിൻ്റെ മറ്റെന്തെങ്കിലും രേഖകൾ ഈ ഘട്ടത്തിലെങ്കിലും നിങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കാനുണ്ടോ? തീർച്ചയായിട്ടും. അതായത് കടമ്പള്ളി കേസുമായിട്ട് ബന്ധപ്പെട്ട് ബാലുസ്വാമിയെ ഇവര് തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി അവിടെ റൂം ബുക്ക് ചെയ്ത് വ്യക്തമായ തെളിവുകളെല്ലാം CBI തേടി അത് എടുത്തിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, CBI ഇവരെ അറസ്റ്റ് ചെയ്തു, 8 ദിവസം റിമാൻഡ് ചെയ്തു കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങിയ ആളുകളെ കുറ്റവിമുക്തരാക്കി എന്ന് പറഞ്ഞാല്
ഇവര് ഇത്ര കഴിവുള്ള ആളാണ് ഇവർ CBIക്കെതിരെ കേസ് ഫയൽ ചെയ്യേണ്ടത്. എന്താണ് ഈ പറയുന്നത്? ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് 8 ദിവസം അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് ലോകമുള്ള പത്രമാധ്യമങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്ത് ചാനലിലെല്ലാം വാർത്ത വന്നു എല്ലാം ചെയ്തിട്ട് ഇന്ന് പറയുകയാണ് CBI ഞങ്ങളില്ല ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഗെയിം? ആ കളി നിങ്ങൾ മനസ്സിലാക്കണം. ആ കളിയാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതും. നിങ്ങൾ അതാണ് പോലീസ് എഴുതേണ്ടതും. കാരണം ഇതെല്ലാം കൃത്യമാണത്. ഒരു പാർട്ട് ഓഫ് ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. ഇത് പരാതിക്കാരനായ താങ്കളിൽ നടക്കം CBI തെളിവ് ശേഖരിക്കുമ്പോൾ അത്രത്തോളം ആധികാരികമായി ഒരുപക്ഷെ കേസിൽ പുതിയ ഇവരുടെയൊക്കെ തന്നെ ഇടപെടൽ വ്യക്തമാകുന്ന തരത്തിലുള്ള ഒരു തെളിവുകൾ സമർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും. അവിടെ എന്തൊക്കെയാണ് ഒരുപക്ഷെ രേഖകളായി നിങ്ങൾ ഹാജരാക്കിയിട്ടുള്ളത് CBIക്ക് മുന്നിൽ? ഞങ്ങൾ ഇവരുടെ ബാക്കിയുള്ള ഈ ഇതായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ട രേഖകൾ മറ്റു കാര്യങ്ങൾ, അതായത് CBI ആവശ്യപ്പെട്ട ഞങ്ങൾ ഉന്നയിച്ച മുഴുവൻ സംഗതികളും ഞങ്ങൾ ഹാജരാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്തതും ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായത്. CBI സലീം രാജിനെ ഞങ്ങളുടെ കേസിൽ ഒഴിവാക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്കത് ഒരു മനസ്സായിരുന്നു. കാരണം വെച്ചാല് ഒരു കാരണവശാലും സലീം രാജിനെ തിരുവനന്തപുരം കേസിലും വിധിക്കില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ CBIയുടെ ഈ 26/8/2005 ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഈ കേരള സ്റ്റേറ്റ് പോലീസ് ചീഫിനും മറ്റും പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് നേരായ വഴിക്കാ പോകുന്നത്. 2-3 ആഴ്ച മുമ്പാണ് സലീം രാജിനെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് പെർമിഷൻ കൊടുത്തത്. ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് വന്നിട്ട് പറയുകയാണ് സലീം രാജിൽ ആകെ 5 പേരുള്ളൂ, ഇത്രയും വലിയൊരു ഭൂമി കെട്ടിപ്പോണത്തിൽ 5 പേരുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സമാന്തരമായിട്ട് വില്ലേജ് ഓഫീസും താലൂക്ക് ഓഫീസും കളക്ടറേറ്റും ഉണ്ടാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത ഇവര് എല്ലാം നല്ല ആളുകളും ഞങ്ങൾ പരാതി പറഞ്ഞ ഞങ്ങളൊക്കെ മണ്ടന്മാരും. എന്ത് ബാഹ്യ ഇടപെടലാണ് ശ്രീ നാസർ CBI പോലൊരു ഏജൻസിക്ക് മേൽ നടത്താൻ ഇവർക്കൊക്കെ കഴിയുക? ആ ബാഹ്യ ഇടപെടൽ എങ്ങനെ സംശയിക്കുന്നു? ഇതൊരു ചെറിയ ഗ്രൂപ്പല്ല, വലിയൊരു ഗ്രൂപ്പാ. മുൻ അഡ്വക്കേറ്റ് ജനറലൊക്കെ ആ കാര്യങ്ങളിൽ ഇവിടെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടാണ് ചാനലുകളിലും മറ്റും എന്റെ ഫോൺ കോളുകൾ PC പിറ്റേന്ന് തന്നെ അഡ്വക്കേറ്റ് ജനറൽ ഇടപെടുകയും സ്റ്റേ മേടിക്കുകയും പോലീസ് വിജിലൻസ് ഡയറക്ടർക്ക് വേണ്ടിയും പോലീസ് ചീഫിന് വേണ്ടിയും കോടതിയിൽ ഹാജരായിട്ട് സലീം രാജിന്റെ ഫോൺ രേഖകൾ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതും എല്ലാം നിങ്ങൾ തന്നെ വാർത്തകൾ പ്രക്ഷേപണം ചെയ്താണ്. ആ ഒരു വലിയ ഉന്നത രാഷ്ട്രീയ കളികളാണ് ഇതിന്റെ അകത്തുള്ളത്. അതായത് നാസർ ആരോപിക്കുന്നത് CBIയുടെ കൈകളിലേക്ക് ഒരു പക്ഷേ വരാതെ പോയതോ അല്ലെങ്കിൽ CBI ഇപ്പോൾ തേടാതെ പോയതോ, ഈ 2 കാര്യങ്ങൾ. അവിടെ ഞാനന്ന് പറഞ്ഞില്ലേ അതായത് CBIയിലേക്ക് വരാതെ പോയ തെളിവുകൾ ബോധപൂർവമായി നശിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം വ്യക്തമായ തെളിവില്ലാതെ CBI സലീം രാജിനെ കടമ്പള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്യില്ല. അതല്ല, സലീം രാജ് ഇത്ര മാന്യനാണ്, ധൈര്യമുള്ള ആളാണെങ്കിൽ സലീം രാജ് CBIക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ട് അയാളെ അറസ്റ്റ് ചെയ്തതിന് മാനഹാനി ഉണ്ടാക്കിയതിനും. സലീമിലേക്ക് ഞാൻ എത്തുന്നതിന് മുൻപ് ഒരു ചോദ്യം കൂടി ശ്രീ നാസർ, എന്തായിരിക്കും തുടർ നടപടി? ഞങ്ങൾ തുടർ നടപടിയായിട്ട് മുമ്പോട്ട് പോകും. ഹൈക്കോടതി പറഞ്ഞിട്ടാണല്ലോ കേസ് അന്വേഷിച്ചത്. 9 മാസമുള്ള അന്വേഷണം തീർക്കണമെന്ന് പറഞ്ഞപ്പോ 2004 മാർച്ച് 28 വിധി പറഞ്ഞ കേസ് 2016 ഇന്നിപ്പോ ജൂലൈ 21 പറയുന്നു ഇത് ഒരു തെളിവില്ലാന്ന് 2 കൊല്ലത്തിന് ശേഷം പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? സലീം, അവസാനമായി ചുരുക്കി മറുപടി 20 സെക്കൻഡിൽ. ഞാൻ ചൂടെ ഈ നാസർ ഇത്ര ആധികാരികമായിട്ട് ഈ കടകംപള്ളിയെ പറ്റി പറയാൻ എന്താ കാര്യം? അദ്ദേഹത്തെ കടകംപള്ളി എന്തുമാത്രം സ്ഥലമുണ്ട്? ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി ഇതിനെതിരെ ഞങ്ങൾ കേസിന് പോകുന്നു. ആര്? ഈ നാസർ പോകുന്നോ? ഈ നാസറിന് ഈ കടകംപള്ളിയായിട്ട് എന്താണ് ബന്ധം? എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് സത്യം മനസ്സിലാക്കി ചിരി, ഇദ്ദേഹത്തിന്റെ ഓരോ വർത്തമാനങ്ങൾ എനിക്ക് ചിരി വരുവാണ്. ഈ കളമശ്ശേരി കിടക്കുന്ന അദ്ദേഹം ഈ കടകംപള്ളി കേസിന് വേണ്ടി ഇതുമാത്രം അപ്പൊ തന്നെ നമുക്ക് നല്ല സ്പഷ്ടമായില്ല ഇവര് തമ്മിലുള്ള ഗൂഢാലോചന മനസ്സിലായത്. അതായത് ഈ കളമശ്ശേരി കിടക്കുന്ന നാസർ ഈ കടകംപള്ളി വന്ന ആൾക്കാരുമായിട്ട് ഗൂഢാലോചന നടത്തിയാണ് ഈ കേസ് എന്നെ പ്രതിയാക്കി എന്നുള്ളത് സ്പഷ്ടമല്ലേ? പുള്ളി ഇപ്പോഴും പറയുന്നത് കേട്ടു. അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾ ഇതിനെതിരെ മുന്നോട്ട് പോകുന്നു. ഈ ഇദ്ദേഹത്തിന് എന്ത് ബന്ധം? ഈ കടകംപള്ളിയാണ് ഇദ്ദേഹത്തിന് എന്ത് ബന്ധം? എനിക്ക് മനസ്സിലാകുന്നില്ല. തീർച്ചയായും സമയക്കുറവുണ്ട്, ഇടപെടേണ്ടി വരുന്നു. സലീം രാജു ഒപ്പം തന്നെ നാസർ നന്ദി അറിയിക്കുന്നു. കടകംപള്ളി കേസിൽ ഇപ്പോൾ CBIയുടെ ക്ലീൻ ചിറ്റ് സലീം രാജിന്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭകർക്കായി സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പ് ഏർപ്പെടുത്തിയ അവാർഡുകൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. മികച്ച 2ാമത്തെ വ്യവസായിക്കുള്ള പുരസ്കാരം ഗുഡ് ബൈ സോപ്പ് മാനേജിംഗ് ഡയറക്ടർ ഖാലിദ്
വ്യവസായ മന്ത്രി ഇ പി ജയരാജനിൽ നിന്നും ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വി.എസ്. ശിവകുമാർ MLA, മേയർ വി കെ പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഗൃഹോപകരണ വിതരണ രംഗത്തെ പ്രമുഖരായ ഗോപു നന്ദിലത്ത് ജി മാർട്ടിന്റെ പുതിയ ഷോറൂം വാടാനപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ബേബി ദക്ഷഗൗരി സുജിത് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മണലൂർ MLA മുരളി പെരുനെല്ലി ഭദ്രദീപം തെളിയിച്ച ചടങ്ങിൽ ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ഡയറക്ടർ ഷൈനി ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് എന്നിവർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഓണം സീസണിൽ 9 ഷോറൂമുകളാണ് ഗോപു നന്ദിലത്ത് ജി മാർട്ട് ഉപഭോക്താക്കൾക്കായി സമർപ്പിക്കുന്നത്. വാടാനപ്പള്ളിക്ക് പുറമെ കരുനാഗപ്പള്ളി, ആറ്റിങ്ങൽ, പത്തനംതിട്ട, പാല, തിരുവല്ല, നേമം, കോട്ടയ്ക്കൽ, പട്ടാമ്പി തുടങ്ങിയ സ്ഥലങ്ങളിലാകും ഗോപു നന്ദിലത്ത് പുതിയ ഷോറൂമുകൾ തുറക്കുക. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒട്ടേറെ ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഷോറൂമുകളിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് അറിയിച്ചു.